ഹലോ, അടുത്ത കുക്കിംഗ് വീഡിയോ ആണേ. ഇതേ കണ്ടില്ലേ, ഇതാണ് മിൻറ്റ് റൈസ് അല്ലെങ്കിൽ പുദീന റൈസ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. നമ്മുടെ കർണാടകയിലെല്ലാം അവർ കഴിക്കുക ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ നിന്നാണ് ഇതിൻ്റെ ടേസ്റ്റ് ആദ്യം അറിഞ്ഞതും തന്നെ കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ബൗൾ മിൻറ്റ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കേട്ടോ. പിന്നെ അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 2 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ പുദീന ഇത്രയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് ഇതുപോലെ എടുക്കാം കേട്ടോ. ഇനി നമ്മൾ കുക്കിംഗ് ആണ്. ആദ്യം തന്നെ ഒരു കുക്ക് ചെയ്യുന്ന പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുഴുവൻ മസാലകളായിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജീരകം, നമ്മുടെ പെരുംജീരകം അതും കൂടെ ഇട്ടിട്ട് അതിൻ്റെ മസാല മണം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മസാല മണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന് വേണ്ടിയിട്ട് അനുസരിച്ച് യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്തോട്ട് ഒരു സവോള എടുക്കുന്നുണ്ട്. അത് നീളത്തിന് അരിഞ്ഞതാണ്. ഇതും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗോൾഡൻ കളറായി വന്നാൽ മതി കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ മസാലകളായിട്ടോ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പുതിനയും ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് നമ്മൾ കുക്ക് ചെയ്ത് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം നമ്മൾ തിളച്ച് ഈ പരുവത്തിൽ വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട് കേട്ടോ. ഈ വെള്ളമെല്ലാം വറ്റി വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് മുഴുവനായിട്ടുള്ള പുതിനയും കൂടെ ഞാൻ ഒരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ഇട്ടിട്ട് നമ്മുടെ പുതിന ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് ബസുമതി റൈസാണ് എടുക്കുന്നത്. കഴുകി എടുത്തിട്ടുള്ള ബസുമതി റൈസ് നമ്മുടെ ഈ പുതിനയുടെ മസാല ഇതിലോട്ടോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഞാൻ 2 ഗ്ലാസ് ബസുമതി അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ എടുക്കുന്ന റൈസിനനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസ് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസ് ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് കാണിക്കുന്നത്. കാരണം ഈ ഗ്ലാസ് 1.5 ഗ്ലാസിൻ്റെ കപ്പാട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ റൈസ് എല്ലാം നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പകുതി നാരങ്ങയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പരിപാടി കഴിഞ്ഞു. തിളച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോയിലിട്ട് റൈസ് വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. നമുക്കതെല്ലാം ട്രൈ ചെയ്യാം. പിന്നെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, ബൈ.